നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി ഒരിക്കൽ കൂടി ദൈവമക്കളോട് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ഒരു സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ സഭയുടെ സീനിയർ ശുശ്രൂഷനാക്കി പാസ്റ്റർ മാത്യു കുടുംബം, മറ്റ് ദൈവദാസന്മാർ കുടുംബങ്ങൾ, എല്ലാ സഹോദരന്മാർ കുഞ്ഞുങ്ങൾ ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ആരാധനയുടെ നിലവിൽ നമ്മുടെ ഭവനത്തിലായിരിക്കുന്നുവെങ്കിലും ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അത് പാട്ട് കേൾക്കുവാനിടയായി പാടുവാൻ സ്തുതി കുറവ് തന്നു. യേശുവിൻ നാമം മധുരിമ നാമമാണ്. ആ ക്രിസ്തുയേശുവിന്റെ നാമത്തിലാണ് ഇന്ന് രാത്രി നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. 2 3 പേരുടെ നാമത്തിൽ കൂടി വന്നാൽ ഇവിടെ നടുവിലുണ്ട് എന്നുള്ള ചെയ്ത കർത്താവ്. വലിയ സഭയിൽ മാത്രമല്ല, നമ്മുടെ ചെറിയ കുടുംബത്തിലും ദൈവത്തിന്റെ വലിയ തിരുസാന്നിധ്യം ഉണ്ട് എന്ന് വിശ്വസിച്ച് നമുക്ക് ദൈവമത്തേക്ക് നോക്കാം. കർത്താവ് നമ്മോട് സംസാരിപ്പാൻ ശക്തനാണ്. ഏതു സമയത്തും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ കർത്താവെ നിന്റെ നാമത്തിലാണ് അടുത്ത് വരുന്നത് പറയുമ്പോൾ അതിനൊരു വിടുതലുണ്ട്. നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത് എല്ലാം ക്രിസ്തുയേശുവിന്റെ നാമത്തിലാണ്. ആ നാമത്തിലാണ് വിടുതലുള്ളത്, ആ നാമത്തിലാണ് സൗഖ്യമുള്ളത്. ആ യേശുവിന്റെ നാമം മധുരമുള്ള നാമമാണ്. സ്തോത്രം. നമ്മെ ബലപ്പെടുത്തുന്ന നാമമാണ്, ശക്തിപ്പെടുന്ന നാമമാണ്. പിശാച് ഭയപ്പെടുന്ന നാമമാണ്. ആ നാമത്തിന് മുമ്പിൽ ഇന്ന് രാത്രി ആ നാമത്തിൽ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ കൂടുമ്പോൾ അതിൻ്റെതായ ഒരു വിടുതലും അനുഗ്രഹവും നമുക്കുണ്ട്. സ്തോത്രം. ആ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാപിക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രിയിലും നമ്മൾ കൂടി വന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുള്ളത്, നമ്മുടെ ലക്ഷ്യം കർത്താവിന്റെ മടങ്ങി വരവാണ്. അതിനപ്പുറമായിട്ട് മറ്റൊന്നുമില്ല. എല്ലാത്തിന്റെ ലക്ഷ്യം അതാണ്. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചനം എന്ന കണ്ണാടി നോക്കിക്കൊണ്ട് നമ്മുടെ കുറവുകള് കണ്ടുണർന്ന് വീണ്ടും ശുദ്ധീകരണത്തിലേക്ക് കടന്നു വരികയും കർത്താവിന്റെ മടങ്ങി വരവിൽ എടുക്കപ്പെടുവാൻ തടസ്സമായതെല്ലാം ഒന്നുകൂടെ കണ്ട് ശുദ്ധീകരണത്തിലേക്ക്, യഥാസ്ഥാനത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയാണ് നമ്മൾ ഒരിക്കൽ കൂടി കടന്നു വന്നത്. അപ്പോൾ ഒരു മീറ്റിംഗ് വെച്ചതുകൊണ്ട് നമ്മൾ കൂടുകയല്ല. സ്തോത്രം. നമുക്കൊരു ലക്ഷ്യമുണ്ട്. മിസ്രയീം പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു. ഒരു വാഗ്ദത്ത കനാൻ, അതിലേക്കാണ് പുറപ്പെട്ടത്. സ്തോത്രം. നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മെ പാപത്തിന്റെ അഗാധക്കുഴിയിൽ നിന്ന്, ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന്, മിസ്രയീമിന്റെ അടിമത്തിൽ വിടിവിച്ചത് വാഗ്ദത്ത കനാനിൽ എത്തുവാൻ വേണ്ടിയാണ്. സ്വർഗരാജ്യം കനാൻ സ്വർഗത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ലെങ്കിലും നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ ആ കനാൻ യാത്രയിലായിരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ്. ഇന്ന് രാത്രിയും ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ഒരു വേദവാക്യം വായിക്കുവാൻ കർത്താവിന് ശ്രദ്ധപ്പെടുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 28-ാമത്തെ അധ്യായത്തിന്റെ 27, 28 വാക്യം ഞാനിവിടെ വായിക്കുന്നു. കരിഞ്ചീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല, ചീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നുമില്ല. കരിഞ്ചീരകം വടികൊണ്ടും ചീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കുകയത്രേ ചെയ്യുന്നത്. മെതിക്കയിൽ ധാന്യം ചതച്ചു കളയാറുണ്ടോ? അവൻ അതിനെ എല്ലായ്പ്പോഴും മെതിക്കുകയും വണ്ടിയുടെ ചക്രത്തെയും കുതിരകളെയും അതിന്മേൽ തെളിക്കുകയും ചെയ്യുകയില്ലല്ലോ. അവൻ അതിനെ ചതച്ചു കളയുകയില്ല. സ്തോത്രം. അവൻ അതിനെ ചതച്ചു കളയുകയില്ല. എത്ര നിസ്സാരമെന്ന് തോന്നുന്ന ഒരു ധാന്യമാണെങ്കിലും സ്തോത്രം, അതിനെ ചതച്ചു കളയാതെ പ്രയോജനപ്പെടുത്തുന്ന ഒരു കൃഷിക്കാരൻ. സ്തോത്രം. നാം എത്ര ബലഹീനമാണെങ്കിലും, കഴിവില്ലെങ്കിലും, ആരാളും ശ്രദ്ധിക്കപ്പെടാത്ത വ്യക്തിയാലും നമ്മിൽ കൂടി ആ ഫലം പ്രയോജനകരമാകവണ്ണം നമ്മെ ചതച്ചു കളയാതെ നമ്മെ ഉപയോഗിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളെ, ലോകത്തിൽ ഏറ്റവും വലിയ വിഷയം സമാധാനവും സന്തോഷമാണ്. സമാധാനവും സന്തോഷം, അതാണ് ഇന്ന് ലോകത്തിൽ ഇല്ലാതെ വന്നിരിക്കുന്നത്. കുടുംബങ്ങളിലായാലും വ്യക്തികളായാലും ദേശങ്ങളിലായാലും സമാധാനം, സന്തോഷം അറ്റുപോയിരിക്കുന്നു. എന്താണിതിന് കാരണം? സ്തോത്രമല്ല, നമ്മൾ കർത്താവിലേക്ക് മടങ്ങി വരുമ്പോൾ മാത്രമേ നമുക്ക് ആ സമാധാനവും സ്വസ്ഥതയും ഉള്ളത്തിൽ വരികയുള്ളൂ. ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ആ സമാധാനം ലോകത്തിന് സമാധാനമല്ല. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ സമാധാനം നമ്മൾ പ്രാപിക്കണം. ഉള്ളത്തിന്റെ ഉള്ളിൽ നമ്മളെ അലട്ടുന്ന പല വിഷയം കാണാം ലോകത്തിൽ.
പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാത്തവരാരുമില്ല. പക്ഷെങ്കിൽ അതിൻ്റെ അകത്തും സമാധാനം ഉണ്ടാകണം. ദൈവത്തിലുള്ള വിശ്വാസം. എന്താണ് വിശ്വാസം? സ്തോത്രം. എന്താണ് വിശ്വാസം? സ്തോത്രം. ആ വിശ്വാസം എന്ന് പറയുന്ന സ്തോത്രം, ആ സ്തോത്രം മുടിയനായ പുത്രൻ നമുക്കറിയാം, അപ്പനെ വേദനിപ്പിച്ച് തന്റെ മുതലുമായി വളരെ ദൂരദേശത്ത് കടന്നുപോയി സകലത് നശിപ്പിച്ചിട്ടും പാപത്തിന്റെ അഗാധക്കുഴിയിൽ കടന്നിട്ടും സ്തോത്രം അവന്റെ ഉള്ളത്തിന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായി. സ്തോത്രം. എന്റെ അപ്പന്റെ ഭവനം. രാത്രി ദൈവമക്കളെ സ്വതന്ത്രം ഓർത്തുകൊള്ളുക. ആ അപ്പന്റെ ഭവനത്തെ കുറിച്ചുള്ള ഒരു വിശ്വാസം അറ്റുപോയില്ല. മറ്റെല്ലാം നഷ്ടപ്പെട്ടു. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി. വളരെ ദൂരെയാണ്. ഇപ്പോൾ അവന്റെ ജീവിതത്തിൽ ശൂന്യതയല്ലാതെ മറ്റൊന്നുമില്ല. ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കുവാൻ, വിശേഷാൽ തന്റെ അപ്പന്റെ മുഖത്ത് നോക്കുവാന്റെ കവനും ശക്തിയില്ല. കാരണം എല്ലാം മനസ്സാക്ഷി അവനെ വിധിച്ചുകൊണ്ടിരിക്കുക. താൻ തെറ്റുകാരനാണ്, പാപിയാണ്, അപ്പനെ വേദനിപ്പിച്ചു, അപ്പന് ദേശത്തുണ്ടായിരുന്ന മാന്യത ഞാൻ മുഖാന്തരം നഷ്ടപ്പെടുത്തി, ഞാൻ പിന്മാറിപ്പോയി, ഞാൻ ധൂർത്തുപുത്തനായി തീർന്നു. എല്ലാം ഉണ്ടായിട്ടും അവന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അപ്പനെ കുറിച്ചുള്ള, എന്റെ അപ്പന്റെ ഭവനത്തെ കുറിച്ചും അപ്പന്റെ സ്വഭാവത്തെ കുറിച്ചുള്ള ചിന്ത വന്നു. സ്തോത്രം. രാത്രി ജീവിതത്തിൽ എത്ര അകന്നു പോയാലും, ജീവിതത്തിൽ കർത്താവിൽ എത്ര ബന്ധം അറ്റുപോയ വിഷയത്തിൽ കിടന്നാലും ഓർത്തുകൊള്ളുക, പ്രൈസ് ദി ലോർഡ്, അപ്പനോടുള്ള, അപ്പന്റെ ഭവനത്തെ കുറിച്ചുള്ള ചിന്ത, അപ്പനെ കുറിച്ചുള്ള ഒരു സ്വത്രം അനുഭവം, കഴിഞ്ഞ നാളിൽ അപ്പൻ നടത്തിയ വിധങ്ങൾ, അപ്പന്റെ സ്നേഹം ഹൃദയത്തിന്റെ അടിത്തൊട്ടിൽ നിന്ന് വരുമ്പോൾ ഓർത്തുകൊള്ളുക, മടങ്ങിപ്പോകുവാനൊരു ചിന്തയുണ്ടാകും, യഥാസ്ഥാനപ്പെടുവാനൊരു ചിന്തയുണ്ടാകും, മടങ്ങി വരുവാനും ചിന്തയുണ്ടാകും. അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകണം, അപ്പന്റെ സ്നേഹം എനിക്ക് പിടിച്ചു പറ്റണം. സ്തോത്രം. ഇനി അപ്പനെ കുറിച്ച് ആ ചിന്തയിലായിരുന്നു ഒരിക്കലും മടങ്ങിപ്പോകത്തില്ല. അപ്പന്റെ സ്നേഹത്തെ കുറിച്ച് അവന് ചിന്തയുണ്ടായി, ആ ഒരു വിശ്വാസമുണ്ടായി. എന്റെ അപ്പന്റെ ഭവനം. ഇന്ന് രാത്രിയിലും ആ അപ്പന്റെ ഭവനം നമ്മളെ തേടി നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സ്തോത്രം. നമ്മളൊന്ന് മടങ്ങി ചെല്ലുവാൻ കാത്തിരിക്കുകയാണ്. നമ്മളെ ദൈവത്തിന് ഉപയോഗിപ്പാനുണ്ട്, നമ്മെല്ലാവരെയും കർത്താവ് ഉപയോഗിപ്പാനുണ്ട്. സ്തോത്രം. നമ്മളാരും അകന്നവരല്ല. സ്തോത്രം. ചില മണ്ഡലങ്ങളിൽ, ഏതെങ്കിലും മേഖലകളിൽ, എവിടെയെങ്കിലും ദൂരത്തായിരിക്കുന്നുവെങ്കിൽ, എവിടെയെങ്കിലും ബന്ധം അറ്റുപോയിരിക്കുന്നുവെങ്കിൽ, സ്തോത്രം, അതൊന്ന് ശരിയാക്കി ദൈവത്തിലേക്ക് ഒന്ന് മടങ്ങി വരുമ്പോൾ നമ്മളെ ദൈവമെടുത്ത് ഉപയോഗിക്കും. സ്തോത്രം. ഈ പ്രവർത്തന പുസ്തകത്തിൽ അതിന് 8-ാമത്തെ അധ്യായത്തിൽ ആണെന്ന് തോന്നുന്നു, 8-ാമത്തെ അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ ഒരു വാക്യമുണ്ട്. സ്തോത്രം. സ്തോത്രം. പ്രവർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് 8-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം അവസാനം പറയുന്നു, 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. സോ there was much joy in the city. അങ്ങനെ സ്തോത്രം, ഒരു സന്തോഷം, ഒരു സ്വസ്ഥത അങ്ങനെ ഉണ്ടായി. എങ്ങനെയുണ്ടായി? സ്തോത്രം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ആ പട്ടണത്തിൽ സന്തോഷമില്ല, ആ പട്ടണത്തിൽ സ്വസ്ഥതയില്ല. സ്തോത്രം. പക്ഷെങ്കിൽ ഇവിടെ ഇപ്പോൾ സന്തോഷം വന്നിരിക്കുകയാണ്. സ്തോത്രം. നഷ്ടപ്പെട്ടു പോയ സന്തോഷം, നഷ്ടപ്പെട്ടു പോയ സമാധാനം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, അത് ലഭിക്കണം. അത് ലഭിക്കുവാൻ സ്തോത്രം അങ്ങനെ ലഭിക്കുമ്പോൾ എങ്ങനെയാണ് സ്തോത്രം വന്നത്? അത് തുടക്കം സ്തോത്രമല്ല, പ്രൈസ് ദി ലോർഡ്, അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ വാക്യം മുതൽ അതിന് തുടക്കമാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എങ്ങനെ സന്തോഷമില്ലാത്ത ചില കുടുംബങ്ങൾ, സന്തോഷമില്ലാത്ത ചില പട്ടണങ്ങളിൽ സന്തോഷം കൊടുക്കുവാൻ ദൈവം ചില പദ്ധതി ആരംഭിച്ചു. പ്രവർത്തന പുസ്തകത്തിൽ നമുക്കറിയാം, ദൈവസഭ ഉടലെടുത്ത ആരംഭത്തെ കുറിച്ച് കാണുന്നു. 2-ാം അധ്യായത്തിൽ 3000 പേര് കൂടിയ സ്നാനപ്പെട്ടവരുടെ ഒരു സഭായോഗം തുടങ്ങിയാണ്. സ്വന്തം ആദ്യമായിട്ട് സഭ ഇവിടെ ഇനാഗുറേറ്റ് ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് കടന്നു വന്നു. സ്വത്രം ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അവർ അന്യഭാഷ സംസാരിച്ചു. പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. പാപബോധം ഉളവായി 3000 പേര് ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ച് സ്നാനപ്പെട്ട് സഭ ആരംഭിച്ചു. 4-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ആ 5000 പുരുഷന്മാർ തന്നെയായി. എങ്കിലും ഒരു സഭായോഗത്തിൽ കൂടുന്നത് 5000 പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും, ഒരു 10,000-15,000 20,000 പേര് കൂടുന്ന ഒരു മെഗാ ചർച്ച് ഫോം ചെയ്തു യെരുശലേമിൽ. സഭ സന്തോഷിക്കുകയാണ്. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയാണ്. അമ്മയുടെ ഗർഭം മുതൽ മുടന്തൻ സൗഖ്യമാകുന്നു. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാൽ പാപം ചെയ്ത അനന്യാസ സഫീറയും പെടഞ്ഞു വീണ് മരിക്കുന്നു.
പത്രോസിന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. ഇതിൽ കൂടി എന്ത് വേണം ഒരു സഭയ്ക്ക്? എല്ലാം കാര്യങ്ങൾ ക്ലിയർ ആണ്, എല്ലാം സന്തോഷകരമായി പോകുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം ആഗ്രഹിച്ചു നടക്കുന്നില്ല. സ്തോത്രം. രാത്രി ശ്രദ്ധിക്കുക. സ്തോത്രം. നാം ഒരുപക്ഷെ, ഞാൻ ഉൾപ്പെടെ, നമ്മളെല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ് ക്രിസ്തുവിൽ. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നു, ഇങ്ങനെ സഹായിക്കുന്നുണ്ടല്ലോ, പ്രസംഗിക്കുന്നുണ്ടല്ലോ, ശുശ്രൂഷിക്കും, എല്ലാം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെങ്കിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ചില കാര്യമുണ്ട്. ദൈവത്തിന്റെ കോളിങ്ങിലേക്ക് വരിക, അത് ദൈവത്തിന് ഒരു പ്രത്യേകമായ ലക്ഷ്യമാണ് നമ്മളെ കുറിച്ച്. നമ്മൾ എന്തൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഹൃദയത്തിന്റെ അകത്ത് സംതൃപ്തിയോടിരുന്നാലും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിലേക്ക് നമ്മൾ കടന്നു വരണം. എന്താണ് കർത്താവ് ഈ സഭയെ കുറിച്ച്, അല്ലെങ്കിൽ ഈ അപ്പോസ്തലന്മാരെ കുറിച്ച്, ഇവരെ കുറിച്ച് ആഗ്രഹിച്ചത്? നിങ്ങൾ ഇവിടെ ഒരു മെഗാ ചർച്ചായിട്ട് കൂടി വന്ന് സന്തോഷമായിട്ട് ജീവിക്കുക എന്ന് മാത്രമാണോ? സ്തോത്രം. ഈ യെരൂശലേമിലെ ആദ്യത്തെ സഭയോട് ബന്ധപ്പെടുത്തി വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കൂ. കർത്താവ് അവരുടെ മേലുള്ള കോളിംഗ്, നിങ്ങൾ ഭൂലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം, നിങ്ങൾ എന്റെ സാക്ഷികളാണ്. ഇതാണ് കർത്താവിന്റെ പർപ്പസ് അവരെ കുറിച്ച്. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു? യെരൂശലേം പള്ളി സ്വന്തം അവിടെ ചുറ്റി നിൽക്കുക. സ്വന്തം നിരാത്രി ദൈവത്തിന് വ്യക്തിപരമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വിളിയുണ്ട്, ഓരോ കോളിംഗ് ഉണ്ട്. സ്വന്തം അതിലേക്ക് നമ്മൾ വരിക. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദൈവം എന്ത് ചെയ്തു? സ്വത്രം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വത്രം വലിയ അവിടെ എഴുതിയിരിക്കുന്നു. സ്വത്രം, അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം ഉണ്ടായി. പെട്ടെന്ന് ചില വിഷയങ്ങൾ കടന്നു വരുന്നത്, ഈ ഇളക്കങ്ങൾ കടന്നു വരുന്നത്, നമ്മൾ ഇളകത്തില്ല എന്ന് പറഞ്ഞ വിഷയങ്ങൾ ഇളകുന്നത്. സ്തോത്രം. ചില പ്രതിസന്ധികൾ വ്യക്തിപരമായി കടന്നു വരുമ്പോൾ ഓർത്തുകൊള്ളുക, എന്തൊക്കെയോ ദൈവത്തിന് എന്നെ കുറിച്ച് ചില പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുക. യെരൂശലേമിലെ സഭ അവിടെ നിൽക്കട്ടെ, നിരാത്രി നമ്മളെ തുനിന്ന് പരിശോധിക്കാൻ. സ്വന്തം എല്ലാം ഓക്കെയാണ്, എല്ലാം ക്ലിയർ ആണ്, സന്തോഷിപ്പാൻ ധാരാളം വകയുണ്ട്. വലിയ ദൈവപ്രവൃത്തി നമ്മൾ ദിനംതോറും കാണുന്നു, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ശരിയാണ്, ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെട്ടുകൊണ്ടെങ്കിൽ ശരിയാണ്. പക്ഷെങ്കിൽ സ്വത്രം ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന, നമ്മളെ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ആ കോളിംഗിലേക്ക്, ആ സ്വത്രം അതിലേക്ക് നമ്മൾ മടങ്ങി വരിക. അത് ദൈവം എന്താ ചെയ്തത്? സ്വത്രം ഇളക്കി. സ്വത്രം ഒന്ന് ഇളക്കി. സ്വത്രം അല്ല, ഒന്ന് ഇളക്കി, ഒന്ന് ചെതറിച്ചു. പ്രതീക്ഷിക്കാത്ത ചില വിഷയങ്ങൾ കടന്നു വരുന്നു. അത് രോഗമായിട്ടാകാം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത ചില വിഷയങ്ങൾ. സ്വത്രം ഇളക്കങ്ങൾ തട്ടുന്നു, നമ്മുടെ കണക്കൂട്ടിൽ തെറ്റിപ്പോകുന്നു. സ്വത്രം നമ്മുടെ കണക്കൂട്ട് തെറ്റിയാൽ ഓർത്തുകൊള്ളുക, അതിന്റെ അകത്ത് ദൈവത്തിന് എന്തോ ചില പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ കൃത്യമായ ട്രാക്കിലേക്ക് ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വത്രം എന്താണെന്ന് അറിയാമോ? ഇതിന്റെ ലക്ഷ്യം, എവിടെയൊക്കെയോ ആരോ സന്തോഷമില്ലാതിരിക്കുന്നു, അവരുടെ ഭവനത്തിലേക്ക് എന്നെ നിന്നെയും ആ ദേശത്തിലേക്ക് എന്നെ നിന്നെ നയിക്കാനായി ദൈവത്തിന് ചില പദ്ധതിയാണ് ഇളക്കം. സന്തോഷമില്ലാത്ത, ആർക്കും വേണ്ടാത്തൊരു പട്ടണം, ആർക്കും വേണ്ടാത്ത ചില കുടുംബങ്ങളുണ്ട്. ഇവിടെ പ്രവർത്തന പുസ്തകം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ശമരിയ പട്ടണം യഹൂദന്മാർ പോകാത്തൊരു പട്ടണമാണ്. യേശു കർത്താവിയുടെ ആയപ്പോൾ അറിയാമല്ലോ. സ്വത്രം ശമരിയക്കാരെ കുറിച്ചും യഹൂദന്മാരെ കുറിച്ച് അറിയാം. ഒരു സമ്പർക്കമില്ലാത്ത ജാതികൾ, സമ്മിശ്ര ജാതികളാണ്. യഹൂദന്മാരും ജാതികളും കൂടെ വിവാഹം കഴിച്ച് സ്വതന്ത്ര സമ്മിശ്ര ജാതികളായി കിടക്കുന്ന ഒരു പട്ടണം. ഒരു തനി യഹൂദൻ അവിടെ പോകത്തില്ല. ആ ശബരിയ കാല് പോലും കുത്താതെ വണ്ണമാണ് അവർ യാത്ര ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. പക്ഷെ അവിടെ ചില ജീവിതങ്ങൾ സന്തോഷമില്ലാതിരിക്കുന്നു. അവിടേക്ക് ഇവരെ നയിക്കാനായി ദൈവം ചെയ്ത പദ്ധതി എന്താണ്? സ്വത്രം ചില ഉപദ്രവങ്ങൾ അയച്ചു. ചിതറിപ്പോയുണ്ടോ? അതിന് സ്വത്രമല്ലേ 4-ാം വാക്യത്തിൽ വായിക്കുന്നു, ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. രാത്രി ദൈവമക്കളെ സ്വതന്ത്രം നമ്മൾ ആത്മാക്കളുടെ വിടുതൽ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സ്വത്രം പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉൾപ്പെടെ പ്രൈസ് നമ്മൾ പറയുന്നില്ലേ, നമ്മുടെ സന്തോഷം എന്താണ്? സ്വത്രം
പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നു, കൂടി വരുന്നു, ആരാധിക്കുന്നു, സ്തോത്രം പറയുന്നു, സ്തോത്രം വലിയ ആശീർവാദം പറയുന്നു, സഭയിൽ പോകുന്നു. പക്ഷെ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട്. രാത്രി ഓർത്തുകൊള്ളുക, ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിരിക്കുകയാണ്, ഓരോരുത്തർക്കും തന്നിരിക്കുകയാണ്. ഈ വചനം നമ്മൾ പറയാൻ തുടങ്ങിയ സ്വത്രം, ചില കഷ്ടപ്പെടുന്ന, വേദനപ്പെടുന്ന, സന്തോഷമില്ലാത്ത വ്യക്തികളെ കണ്ടുപിടിച്ച് അവരുടെ കുടുംബങ്ങൾ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഓർത്തുകൊള്ളുക, ഒരു വലിയ ദൈവപ്രവൃത്തി കാണാനിടയാവും. സ്വത്രം. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചു. സ്തോത്രം. അങ്ങനെ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നു. കണ്ടോ, ചിലപ്പോ നമ്മുടെ അപ്പുറത്തെ വീടായിരിക്കും, നമ്മുടെ അപ്പുറത്തെ സ്വത്രം കുടുംബമായിരിക്കും, പക്ഷെ നമ്മൾ ഒരിക്കലും പോകാത്ത സ്വത്രമില്ല, അല്ലെ ബന്ധപ്പെടാത്ത ചില വ്യക്തികളെ ബന്ധപ്പെടുക. എന്താ കാര്യം? ചില ഉപദ്രവം, കണക്കൂട്ടിൽ തെറ്റി, സ്വത്രം. അപ്പോൾ കണ്ണു തുറന്നു, എന്റെ അടുത്ത് തന്നെ ദൂരെ പോകണ്ട, എന്റെ അടുത്ത് തന്നെ സന്തോഷമില്ലാത്ത ചില കുടുംബങ്ങളുണ്ട്. ഇതുവരെ കാലുകുത്താത്ത, ഇതുവരെ സംസാരിക്കാത്ത, ഇതുവരെ പരിചയപ്പെടാത്ത ചില വ്യക്തികൾ എന്റെ അടുത്തു തന്നെ ഉണ്ട്. അങ്ങനെ ഫിലിപ്പോസ് എവിടെ ചെന്നു? ശമരിയ പട്ടണത്തിൽ ചെന്നു. രാത്രി ഫിലിപ്പോസിന് ചരിത്രമൊന്നുമല്ല, പരിശുദ്ധാത്മ വ്യക്തിപരമായി ഇടപെടുമ്പോൾ സ്വത്രമല്ല, ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കട്ടെ, നമ്മുടെ അടുത്ത് ഇതുവരെ ബന്ധപ്പെടാത്ത, ഇതുവരെ കാണാത്ത, സംസാരിക്കാത്ത, പരിചയപ്പെടാത്ത വ്യക്തികൾ സന്തോഷമില്ലാതെ ദുഃഖത്തിൽ, ബന്ധനത്തിൽ കിടക്കുക. സ്വത്രം. അവിടേക്ക് നയിക്കാൻ വേണ്ടി, അതിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ജീവിതത്തിൽ ഇത് കടന്നു വരുന്നു. ചില പ്രതികൂലങ്ങൾ കടന്നു വരുന്നു, ചില പ്രതിസന്ധികൾ കടന്നു വരുന്നു. അങ്ങനെ ഫിലിപ്പോസ് സ്വത്രം അവിടെ ചെന്നു. ശമരിയ പട്ടണത്തിൽ നിന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. കണ്ടോ, ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ മതി. പ്രസംഗത്തിന്റെ പോലും യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ മതിയെന്ന്. നമുക്ക് അധികമൊന്നും തിയോളജി അറിയണമെന്നില്ല. യേശു രക്ഷകനാണ്, യേശു നിങ്ങളുടെ വിഷയത്തിന് പരിഹാരകനാണ്. സ്തോത്രം. യേശു നിങ്ങൾക്ക് പകരമായി കാൽവരിയിൽ ക്രൂശിൽ മരിച്ചു. മനുഷ്യന് പകരമായി പാപം ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിൽ മരിച്ചു. ആ യേശു മരിച്ചിട്ട് ഉയർത്തേറ്റു, വേഗം വരുന്നു. ആ കർത്താവ് രക്ഷിപ്പാൻ ശക്തനാണ്. ക്രിസ്തുവിനെ കുറിച്ച് പറയുക, സ്വത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ സന്തോഷം എന്താണ്? കഷ്ടപ്പെടാൻ കാര്യം. ശമരിയ പട്ടണത്തിന്റെ പ്രശ്നം എന്താണ്? സ്തോത്രമല്ല, പ്രചരിക്കുന്നു. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. 3 കാര്യമാണ് ഇവിടുത്തെ പ്രശ്നം. ഒന്ന്, അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിന്നും അവ ഉറക്ക നിലവിളിച്ചു പുറപ്പെട്ടു. അനേക പക്ഷപാതക്കാരും ഉടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. രാത്രി ഓർത്തെ, ഈ ഉപദ്രവമില്ലായിരുന്നെങ്കിൽ, യെരൂശലേം പള്ളിയിൽ ഉപദ്രവമില്ലായിരുന്നെങ്കിൽ അടുത്ത് കിടക്കുന്ന ഈ പട്ടണത്തിൽ സന്തോഷം ഉണ്ടാകുമായിരുന്നോ? അവരെ കുറിച്ച് ചിന്ത ഉണ്ടാകുമായിരുന്നോ? സ്തോത്രം. രാത്രി വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ദൈവത്തിന് എന്തോ എന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. ദൈവത്തിന് സ്വത്രമല്ല, എന്നെ എടുത്ത് ഉപയോഗിപ്പാനുണ്ട്. സ്തോത്രം. ഫിലിപ്പോസ് അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലൊന്നും ഉള്ളവനാകണമെന്നില്ല. എനിക്ക് തോന്നുന്ന 7 പേരിൽ സ്വത്രം സഭയുടെ ഭൗതിക കാര്യങ്ങൾ നോക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ഒരുവനാണ്. ഉൾപ്പിറ്റി നിന്നിട്ടുള്ളവനല്ല. അപ്പോസ്തലന്മാരെ കുറിച്ച് വലിയ വചനജ്ഞാനമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെങ്കിൽ അവൻ ഒരാളെ അറിയാം, വിടിവിക്കുന്ന യേശുവിനെ അറിയാം. രാത്രി ദൈവത്തിരുമക്കളെ, ഒരിക്കൽ പോലും പുൾപ്പിറ്റി നിന്നുള്ള വിഷയമല്ല. യേശുവിനെ നിനക്കറിയാമോ? യേശുവിനെ പരിചയപ്പെടുത്തിയാൽ മതി, യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ മതി. സ്വത്രം. പ്രൈസ്. നമ്മൾ കൂടി വരുന്ന ദൈവസഭ നിറയും, ആത്മാക്കൾ കടന്നു വരും. സന്തോഷമില്ലാതെ വേദനപ്പെടുന്ന വിഷയങ്ങൾക്കകത്ത് ബന്ധിക്കപ്പെട്ട ജീവിതങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ല. പക്ഷെ വചനം ശുശ്രൂഷിക്കുമ്പോൾ, യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഇളകും. ഇവിടെ ഇരിക്കുന്നുണ്ടോ? അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചുകൊണ്ടോ. 3 കാര്യം വന്ന അശുദ്ധാത്മാക്കൾ, സ്വത്രം, പക്ഷപാതക്കാർ, മുടന്തർ. ഈ 3 കൂട്ടരാണ് ഈ പട്ടണത്തിന്റെ സന്തോഷം നശിപ്പിച്ചിരിക്കുന്നത്. പൈശാചിക സ്പിരിറ്റ്. പക്ഷപാതം എന്താണ്? ഒരു സൈഡ് ശരിയാ, ഒരു സൈഡ് ശരിയല്ല. പക്ഷം. കാര്യം നോക്കുമ്പോൾ എല്ലാം ക്ലിയർ ആണ്.
മാന്യനാണ് എല്ലാമാ. പക്ഷെ മറ്റൊരു സൈഡ് നോക്കുമ്പോൾ സ്തോത്രം മരിച്ചിരിക്കുകയാണ്, ജീവനില്ല, മുടന്തം, നേരെ നടക്കാൻ കഴിയാത്തവർ, മുടന്തി നടക്കുക, ക്രിസ്തീയ ജീവിതം മുടിഞ്ഞിറക്കുന്ന ജീവിതങ്ങളുള്ളവർ, പകുതി ജീവൻ കൊണ്ട് ജീവിക്കുന്നവർ, കാണുമ്പോൾ കുഴപ്പമൊന്നാന്നില്ല, പക്ഷെങ്കിൽ ഒരു സൈഡ് അനങ്ങത്തില്ല, പ്രയോജനരഹിതമാണ്. പിശാചിനാൽ പിടിക്കപ്പെട്ട, അശുദ്ധാത്മാക്കളെ കൊണ്ട് സ്വതന്ത്ര ബന്ധിക്കപ്പെട്ട ചില ജീവിതങ്ങൾ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. ആ അനുഭവം നമ്മുടെ കണ്ണു തുറക്കുവാൻ, എന്റെ കണ്ണു തുറക്കുവാൻ സ്വതന്ത്രം. ചിലപ്പോ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആ ദൈവം നമ്മളെ ഒന്ന് ഇളക്കും, കുലുക്കും. സ്വതന്ത്രം ഭാരപ്പെട്ടു പോകരുത്. സ്വതന്ത്രം ഇവരെ സ്വതന്ത്രമല്ലേ ഒന്ന് കുലിക്കപ്പോൾ ദൈവത്തിന് പ്രയോജനപ്പെടുന്നവരായി തീരുകയാണ്. ഓരോരുത്തരും ചിതറി പോയവരെന്നായിരിക്കും. അപ്പോസ്തലന്മാർ പോയിട്ടില്ല. അപ്പോസ്തലൻ യേശുവിനെ എനിക്ക് 12 പേരും അവിടെ ലീഡേഴ്സ് അല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്, ചിതറിപ്പോയവർ. സ്തോത്രം. രാത്രി സ്തോത്രം ഓർത്തുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും ഉപയോഗിപ്പാനുണ്ട്. നമ്മുടെ സമശിഷ്ടങ്ങൾ വേദനപ്പെടുന്നവർ, സന്തോഷമില്ലാതിരിക്കുന്നവരെ, സ്വത്രം ദുഃഖിക്കുന്നവരെ, പിശാചിനാൽ പിടിക്കപ്പെട്ടവർ, പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ ജീവിതം നിരാശയുടെ ആയിരിക്കുന്ന ജീവിതങ്ങളെ ദൈവം നമ്മളെ കൊണ്ട് പരിചയപ്പെടുത്തുക. സ്വത്രം ഫിലിപ്പോസിനെ കൊണ്ട് ബന്ധിപ്പിക്കുകയാണ്. ആ ശമരിയ പട്ടണവുമായിട്ട് ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്ക്, യഹൂദൻ പോകാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് അവനെ നടത്തുകയാ. സ്തോത്രം. രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? കർത്താവേ സ്തോത്രം. ഞാനിവിടെ സംതൃപ്തനായിട്ടിരിക്കുമ്പോൾ, ഞാനിവിടെ സമാധാനത്തിരിക്കുമ്പോൾ എന്റെ സമശിഷ്ടങ്ങൾ പലരും സന്തോഷമില്ലാതിരിക്കുന്നു. നീ ഒരു കുടുംബത്തെ കാണിച്ചു തരണമേ, ഒരു വ്യക്തിയെ കാണിച്ചു തരണമേ. പ്രൈസ് ദി ലോർഡ്. ഈ വർഷം അവസാനിക്കുന്നതിന് ദൈവമേ, ഞാൻ മുഖാന്തരം ഒരാളെയെങ്കിലും, ദൈവാസം പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞല്ലോ, സ്നാനം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സഭ സന്തോഷിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഭൗതിക നന്മകൾ, ജോലി കിട്ടുന്ന, പ്രൊമോഷൻ, സഭ സന്തോഷിക്കുന്നത്, ക്രിസ്തുവിന്റെ സഭ സന്തോഷിക്കുന്ന സഭയ്ക്കകത്ത് സ്നാനം നടക്കുമ്പോഴാണ്, ജനം അഭിഷേകം പ്രാപിക്കുമ്പോഴാണ്, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ സമർപ്പിക്കുമ്പോഴാണ്, ദൈവവേലയ്ക്ക് ചുമല് കൊടുക്കുമ്പോൾ സഭ സന്തോഷിക്കും. അതാണ് സഭയുടെ സന്തോഷം. ആത്മാക്കളുടെ വിടുതൽ. ഇടങ്കയും വലങ്കയും തിരിച്ചറിയാതെ വണ്ണം പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് നിത്യ നരകത്തിലേക്ക് പോകുന്ന വ്യക്തികളെ ക്രിസ്തുവിലേക്ക് ആനയിക്കുമ്പോൾ, ദൈവസഭയിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവിന്റെ വചനം കേട്ട് രക്ഷിക്കപ്പെടുമ്പോൾ, അവർ യേശുവിനെ സ്വീകരിക്കുമ്പോൾ, ആ രക്ഷാവാചകം സഭയിൽ എഴുതി പറയുമ്പോൾ, ആ സ്നാനപ്പെടുവാൻ തീരുമാനമെടുക്കുമ്പോൾ, സ്നാന ശുശ്രൂഷ നടക്കുമ്പോൾ, അവിടെ ആ സഭയുടെ സന്തോഷം. രാത്രി ആ സന്തോഷത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. സഭ സന്തോഷിക്കണം, കർത്താവിൽ സന്തോഷിക്കണം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമൊന്നുമില്ലല്ലോ, എല്ലാം ടെമ്പററിയാണ്, എല്ലാം ടെമ്പററിയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കർത്താവ് വാഴ്ത്തിക്കൊടുത്ത അപ്പം, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, നല്ല കാര്യമാണ്. അവർ സംതൃപ്തരായി പോയി, എങ്കിലും ആ സംതൃപ്തി പോലും ടെമ്പററി ആയി. പിറ്റേ ദിവസം രാവിലെ യേശുവിനെ തിരക്കിയത്, യേശുവിനെ പറഞ്ഞു, നിങ്ങൾ അപ്പം തിന്നത് കൊണ്ട് അത്ര എന്നെ അന്വേഷിച്ചു. അപ്പോൾ കർത്താവ് വാഴ്ത്തിക്കൊടുത്ത അപ്പം പോലും തിന്ന് തൃപ്തരായവർ പിറ്റേ ദിവസം, സ്തോത്രം, അവരുടെ തൃപ്തി പോയി. അപ്പൊ ഈ ഭൗതികമായി എന്തൊക്കെ പ്രാർത്ഥിച്ച് 21 40 പ്രാർത്ഥിച്ചു പ്രാപിക്കും, നല്ലതാണ്. ദൈവം നമുക്ക് അവകാശമാണ്. നിങ്ങളുടെ സ്തോത്രത്തോട് നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അപ്പനെല്ലാം നമുക്ക് തരാൻ മറ്റാരുമില്ല, എല്ലാം ചോദിച്ചു വാങ്ങാം, സ്തോത്രത്തോട് അനുഭവിക്കാം. പക്ഷെങ്കിൽ ഇതെല്ലാം ടെമ്പററിയാണ്, താൽക്കാലികമാണ്. നിലനിൽക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, സ്തോത്രം, നിത്യരാജ്യം. അതുകൊണ്ടാണ് പറയുന്നത്, സ്വതന്ത്രമില്ല, നിത്യതയിലേക്ക് കരുതുക, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല. അതുകൊണ്ട് ഇത് വേണ്ടെന്നല്ല, വേണ്ടത് കിട്ടുന്നൊക്കെ വാങ്ങുക, സ്തോത്രം പറയുക, നന്ദിയുള്ളവരായിരിക്കുക. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമ്മളാരും ക്ഷീണിതരായി ഭാരപ്പെട്ടെന്ന് ജീവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. വേണ്ടതൊക്കെ കർത്താവ് തരാൻ ശക്തൻ.
ഇന്ന് വരെ നടത്തിയവൻ നാളെ നടത്താൻ ശക്തൻ. പക്ഷെ ഒറ്റ ലക്ഷ്യം, സ്വത്രം, നമ്മൾ ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്, തീക്കായി സൂക്ഷിച്ചിരിക്കുന്നതാണ്. സ്വത്രം, പ്രാർത്ഥിച്ചു പ്രാപിച്ച് വാങ്ങിയതും പ്രാർത്ഥിക്കാതെ ലഭിച്ചതെല്ലാം ടെമ്പറി ഇട്ടേച്ചു പോകേണ്ടി വരും. നമ്മുടെ കർത്താവിനെ സ്നേഹിപ്പാൻ, അവന്റെ മടങ്ങി വരവിൽ ഒരുക്കപ്പെട്ട് നിൽക്കുക. ഇതാ കർത്താവ് നമ്മളെ കുറിച്ച് എന്നും ആഗ്രഹിക്കുന്ന സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ലക്ഷ്യം, സ്വത്രം, സ്വത്രം, ഇടയ്ക്ക് കയറി ആ വിഷയത്തോട് ബന്ധത്തിൽ അല്ലെങ്കിൽ പറഞ്ഞത്, അവിടെ വളരെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. അപ്പൊ ആ സന്തോഷം ഉണ്ടാകാനുള്ള കാര്യം എന്താണ്? ചില ഇളക്കങ്ങൾ അല്ലേ? ഇന്ന് രാത്രി ഈ പുസ്തകവുമായി ഞാൻ നിൽക്കാൻ കാരണവും, നമ്മൾ ഓരോരുത്തരെ സാക്ഷ്യം പറഞ്ഞാൽ പറയും, ദൈവനെ ഇളക്കിയത് കൊണ്ടാ ഞാൻ ഈ ദൈവഭാഗത്ത് വന്നത്. എല്ലാ കാര്യത്തിൽ നല്ല രീതി പോയിക്കൊണ്ട് ദൈവനെ ഇളക്കി, എന്നെ ഒന്ന് ചിതറിച്ചത് കൊണ്ടാണ് ഈ കർത്താവിനെ അനുസരിപ്പാനും കർത്താവിന് പിന്നിടെയായി നമുക്ക് സാക്ഷ്യം കൊണ്ട് പറയാം. ആരെയൊക്കെ ഇളക്കിയത് കൊണ്ടാണ് ശബരിയ പട്ടണത്തിൽ സന്തോഷം വന്നത്. അവരെ ചിതറിച്ചത് കൊണ്ടാണ് ശബരിയ പട്ടണം ഇന്ന് സന്തോഷിക്കുന്നത്. നമ്മളെ രക്ഷിക്കാൻ ആരെയൊക്കെ ദൈവം ചിതറിച്ചു, ഇളക്കി. ഇനി നമ്മുടെ ലക്ഷ്യമാണ് ചിലർക്ക് സന്തോഷം കൊടുക്കണം. ബന്ധിക്കപ്പെട്ട ജീവിതങ്ങൾ, അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ, മുടന്തർ, പക്ഷപാത രോഗികൾ നമ്മുടെ അടുത്തു തന്നെ കിടക്കുകയാണ്, ദൂരെയല്ല. യെരൂശലേമിന് അടുത്ത് കിടക്കുന്ന പട്ടണം. പോകാൻ ആഗ്രഹിക്കാത്ത, ബന്ധപ്പെടാൻ ആഗ്രഹിക്കാത്ത, സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ചില വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുത്തുക അധികം ബൈ ഫോഴ്സ്. ആ ചെതറിക്കൽ നടന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇവരെ കാണാൻ ആഗ്രഹിക്കത്തില്ല. ഇളക്കം തട്ടിയപ്പോൾ ഫിലിപ്പോസിന് അവിടെ പോകേണ്ടി വന്നു. അവൻ യേശുവിനെ പ്രസംഗിക്കേണ്ടി വന്നു. നോക്കൂ, ദൈവം നമ്മളെ ഉപയോഗിക്കുന്ന പദ്ധതി മനസ്സിലായോ? രാത്രി ദൈവത്തിന് എന്തൊക്കെയോ നമ്മളെ കുറിച്ച് ചെയ്തെടുപ്പാനുണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആ വായിച്ച വേദഭാഗത്തേക്ക് വേഗം കടന്നു വരട്ടെ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ 27-28 വാക്യമാണല്ലോ വായിച്ചത്. കരിഞ്ചീരകം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. രണ്ട് ധാന്യത്തെ കുറിച്ച് പറയുകയാണ്. സ്തോത്രം, ജീരകം, കരിഞ്ചീരകം വടി കൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലി എത്രേ. അപ്പൊ കൃഷിക്കാരൻ ഒരു കൃഷി ചെയ്യുക, അവിടെ ഫലമെടുക്കുക. അപ്പോൾ എല്ലാ കൃഷിയും ഒരുപോലെ അല്ല കേട്ടോ. സ്വന്തം എല്ലാവരെയും ദൈവം ഒരുപോലെ അല്ല ഉപയോഗിക്കുന്നത്. ദൈവം എല്ലാവരോടും ഇടപെടുന്നതും വ്യത്യസ്ത നിലയിലാണ്. സ്തോത്രം. ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന ജീരകം പോലും എങ്ങനെ കൃഷി ചെയ്യണം, എങ്ങനെ ഫലം എടുക്കണമെന്ന് പഠിപ്പിക്കുക ഈ കൃഷിക്കാരൻ. എല്ലാ ഫലങ്ങളെയും ഒരുപോലെ ഈ കൃഷിക്കാരൻ എടുക്കത്തില്ല. സ്വത്രം, ചിലത് ബലഹീനമാണ്, ബലമില്ലാത്തതാണ്. അതനുസരിച്ചാണ് ആ കൃഷിക്കാരൻ ആ ഫലം എടുക്കുന്ന. സ്തോത്രം. എങ്ങനെയാ കൃഷിക്കാരന് കൃഷി ചെയ്യേണ്ടെന്ന് തന്നെ ആ വേദഭാഗത്ത് എഴുതിയിട്ടുണ്ട്. 24-ാം വാക്യത്തിൽ, വിതപ്പാൻ ഉഴുന്നവൻ ഇടവിടാതെ ഉഴുതുകൊണ്ടിരിക്കുന്നുവോ, അവൻ എല്ലായ്പ്പോഴും നിലം കയറി കട്ട ഉടച്ചുകൊണ്ടിരിക്കുന്നുവോ. ആദ്യം നിലം ഉഴുന്നു, കട്ട ഉടച്ചു നിരത്തുന്നു. എപ്പോഴും ഇല്ല കേട്ടോ, എപ്പോഴും നിലം ഉഴുന്നില്ല. ചില സന്ദർഭമുണ്ട്, ആ സന്ദർഭത്തിലാണ് നിലം ഉഴുന്നത്. ചില സന്ദർഭത്തിൽ മാത്രമേ നിലം കീറി കട്ട ഉടച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. ഇപ്ലോസ് വൺസ്, എപ്പോഴും ഇല്ല, ഒരിക്കൽ. സ്വത്രം. എന്നും ജീവിതത്തിൽ കഷ്ടതയും ഭാരത് പറയല്ലേ. സ്വത്രം. ചില സന്ദർഭത്തിൽ കൃഷിക്കാരനത് നില കീറും, കട്ട ഉടച്ചു നിരത്തും. സ്തോത്രം. ഒരിക്കൽ ചെയ്താൽ പിന്നെ അത് പെട്ടെന്ന് തുടരുന്നില്ല. എപ്പോഴും ഉഴുതുമറിക്കുന്നില്ല. ഓർത്തുകൊള്ളുക, എപ്പോഴും ഉഴുതുമറിക്കുന്നില്ല. ചില സന്ദർഭത്തിൽ കൃഷിക്കാരന് കൃഷി ഇറക്കേണ്ട ഒരു സന്ദർഭമുണ്ട്. ആ സമയത്ത് ചില കീറിമറിച്ച് ഉഴുതുമറിക്കുന്ന അനുഭവങ്ങൾ കടന്നു വരും. സ്തോത്രം. എപ്പോഴും ഇതിനെ കീറിമുറിച്ച് വേദനിപ്പിച്ച് നിന്റെ വേദന കണ്ട് സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം.
ചില സന്ദർഭത്തിൽ വിഷയങ്ങൾ പിടിവിട്ടുപോയോ, കൈവിട്ടുപോയോ എന്ന് തോന്നുമാറ് സഹിപ്പാൻ കഴിയാത്ത വേദനകൾ, ഉഴുതുമറിക്കുന്ന വേദനകൾ, കീറിമുറിക്കുന്ന വേദനകൾ കടന്നു പോകുമ്പോൾ ഓർത്തുകൊള്ളുക, എന്നും നിന്നെ വേദനപ്പെടുത്തുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ഈ കൃഷിക്കാരന് ഈ നിലത്തെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. അതാണ് വിഷയം. രാത്രി ഓർത്തുകൊള്ളുക, കൃഷി ചെയ്യുന്നവന് ഈ കൃഷി സ്ഥലത്തെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. സ്തോത്രം. ഇപ്പോൾ ഉഴുതുമറിച്ചാൽ, ഇപ്പോൾ കീറിമുറിച്ചാൽ, ഇപ്പൊ കട്ട ഉടച്ചു നിരത്തിയാൽ ഒരു ഫലം കിട്ടുമെന്ന് കൃഷിക്കാരൻ സ്വപ്നം കണ്ടുകൊണ്ടാ ചെയ്യുന്നത്. വെറുതെ ഉഴുതുമറിക്കുകയല്ല. സ്തോത്രം. വെറുതെ വേദനിപ്പിക്കുകയല്ല. ഈ കൃഷിക്കാരനൊരു സ്വപ്നമുണ്ട്. സ്തോത്രം. ഈ ദിനം ഇന്ന നിലയിൽ ഞാൻ കൃഷി ചെയ്യും. സ്തോത്രം. അവൻ സ്വപ്നം കാണുകയാണ്. നല്ല നിലത്ത് ആ വിതയ്ക്കുന്ന വിത്തും മുളച്ചു വരുന്നതും വളരുന്നതും ഫലം കൊടുക്കുന്നതും കൊയ്യുന്നതും ആ സന്തോഷിക്കുന്ന സ്വപ്നം കാണുന്ന ആ ഒരു കൃഷിക്കാരൻ നിലം തരിശായി ഇടാൻ ആഗ്രഹിക്കുകയില്ല. ഇതിനകത്തൊരു നമ്മളെ ദൈവം ഉപയോഗശൂന്യമായി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് എന്തൊക്കെയോ ചില സ്വപ്നങ്ങളുണ്ട്. അതിന് ദൈവം ആദ്യം ചെയ്യുന്ന ഉഴുതുമറിക്കുക. വേദന ഉണ്ടാകും. ചില കഷ്ടത്തിൽ കൂടി കടന്നു പോകേണ്ടി വരും. അത് കൃഷിയുടെ ഉടമസ്ഥന്റെ ഒരു സ്വപ്നമാണ്. സ്തോത്രം. ആരാണ് കൃഷി? 1 കൊരിന്ത്യർ 1:9 വാക്യം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. യു ആർ ഗോഡ്സ് ഫീൽഡ്. അപ്പൊ ദൈവം കൃഷിക്കാരനാണ്. നാം ദൈവത്തിന്റെ കൃഷി. കൊരിന്ത്യ സഭയോട് പറയുക, നിങ്ങൾ ദൈവത്തിന്റെ കൃഷിയാണ്. ആ കൃഷിയാണെങ്കിൽ കൃഷിക്കാരന് സ്വന്തം ഒരു സ്വപ്നമുണ്ട്. തരിശുനിലം ഉഴുന്ന് സ്വത്രം മറിക്കാൻ തുടങ്ങും. കട്ട ഉടച്ച് നിരത്താൻ തുടങ്ങും. സ്തോത്രം. എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഫലം എടുക്കേണ്ടതെന്നും കൃഷിക്കാരന് നന്നായി അറിയാം. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 28-ാമത്തെ അധ്യായം 25-ാം വാക്യം പറയുന്നത് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്. നിലം നിരപ്പാക്കിയിട്ട് അവൻ കരിഞ്ചീരകം വിതയ്ക്കുകയും ജീരകം വിതറുകയും ഗോതമ്പ് ഉഴവ് പൊളിയിലും യവം അതിനുള്ള സ്ഥലത്തും ചെറുഗോതമ്പ് അതിന്റെ അറ്റത്തും ഇടുകയും ചെയ്യുന്നില്ലയോ. സ്തോത്രം. ആ കൃഷിക്കാരൻ അറിയാം. സ്തോത്രം. എങ്ങനെ കൃഷി ചെയ്യണം. ആദ്യം നിലം നിരപ്പാക്കണം. ഏറ്റവും പ്രധാനം. ഉഴുതുമറിച്ച് കട്ടയുടച്ച് നിലം നിരപ്പാക്കി കരിഞ്ചീരകം വിതയ്ക്കുന്നു, ജീരകം വിതറുന്നു. ഉണ്ടോ ആ പദപ്രയോഗം? പിന്നെ ഗോതമ്പ് ഉഴുവളിൽ വിതയ്ക്കുന്നു, യവം അതിനുള്ള സ്ഥലത്ത് വിതയ്ക്കുന്നു, ചെറുഗോതമ്പ് അതിന് അറ്റത്തിടുന്നു. ഉണ്ടോ? നിരപ്പ്. കൃഷിക്കാരൻ ആദ്യം ചെയ്യുന്നത് ഒരു തരിശു നിലം കാണുമ്പോൾ ഉപയോഗിക്കപ്പെടുവാൻ ആദ്യം സ്വപ്നം കാണുകയാണ്. തന്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. ഉഴുതുമറിക്കുകയാണ്. ഒന്നാമത് കട്ട ഉടച്ചു നിരത്തുകയാ. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. നിരപ്പില്ലാതെ ഒന്നും ദൈവത്തിന് ചെയ്യാൻ കഴിയത്തില്ല. നിരപ്പ്. സ്തോത്രം. എന്താണ് നിരപ്പ്? പ്രൈസ് ദി ലോർഡ്. നിരപ്പ് 40-ാം അധ്യായം യെശയ്യാ പ്രവാചകൻ 40-ാമത്തെ അധ്യായത്തിന്റെ 3, 4, 5 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവീൻ. ഉണ്ടോ? നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിനൊരു പെരുവഴി നിരപ്പാക്കുവീൻ. രാജാതി രാജാവിന് പോകണമെങ്കിൽ നിരപ്പുള്ള സ്ഥലത്തുകൂടെ മാത്രമേ രാജാവിന് രഥം ഉരുളത്തുള്ളൂ. നാം സേവിക്കും ദൈവത്തിന് യാത്ര ചെയ്യണമെങ്കിൽ നിരപ്പ് വേണ്ടായിരം. എന്താണ് ഇരിക്കുന്നത്? എല്ലാ താഴ്വരയും നികത്തും, എല്ലാ മലയും കുന്നും താണും വരണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും. സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്.
നിരപ്പില്ലാതെ ഈ രാജാവിന്റെ രഥം എഴുന്നള്ളി വരികയില്ല. നിരപ്പുള്ള സ്ഥലമാകാതെ രാജാവിന് കൃഷി ചെയ്യാൻ കഴിയത്തില്ല. ഇവിടെ രാജാവ് എഴുന്നള്ളണമെങ്കിൽ സാധാരണ വഴി കൂടെ പോകത്തില്ല. ഒരു രാജവീതി ഉണ്ടാക്കണം. നാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു രാജവീതി ഉണ്ടാക്കണം. സ്തോത്രം. രാജാവ് വെറുതെ എഴുന്നള്ളത്തില്ല. അതിന് എന്താ ചെയ്യുന്നത്? ആദ്യമേ വഴി പരിശോധിക്കും. ഇവന്റെ വഴി എങ്ങനെയുണ്ട്? സ്വത്രം. വഴി എങ്ങനെയായിരിക്കുന്നു? സ്വത്രമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നിർജ്ജന പ്രദേശമാണ്. ആരും പോകാത്ത വഴിയാണ്. ദൈവയുടെ ഒരു പെരുവഴി ഒരുക്കുക. നോക്കിയപ്പോൾ താഴ്വരയാ, താണുകിടക്കുക. ചില വിഷയത്തിൽ താണുകിടക്കുക. ഉയരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല. എന്നും താഴ്ച വിഷയമാണ്. എന്നും ബലഹീനത പറഞ്ഞിരിക്കുകയാണ്. താഴ്ചയാണ്. ഒരു ജയജീവിതം നയിക്കാൻ കഴിയുന്നില്ല. കണ്ണുകൾക്ക് ജയമെടുക്കാൻ കഴിയുന്നില്ല. ചിന്തകൾക്ക് ജയമില്ല. സംസാരത്തിന് ജയമില്ല. കൺട്രോൾ ഇല്ല. നിയന്ത്രണമില്ല. താഴുക. സ്വന്തം താഴ്ന്നതൊക്കെ ഒന്ന് ഉയരണം. സ്വന്തം ഒരു ജയത്തിന്റെ ലെവലിലേക്ക് സ്തോത്രം താഴ്വര നികന്നു വരണം. എവിടൊക്കെ പരാജയം സംഭവിച്ചോ അതൊരു ജയം വരണം. പിന്നെ എല്ലാ മലയും കുന്നും താണു വരണം. ഉയർച്ചകൾ, പ്രശംസകൾ, നിഗളങ്ങൾ, അഹങ്കാരങ്ങൾ. ഞാൻ വളരെ ഭയത്തോടായത് പറയുന്നു. നമ്മൾ അറിയാതെ നമ്മിൽ ഉണ്ടാകുന്ന നിഗളങ്ങൾ, അഹങ്കാരങ്ങൾ, ഉയർച്ചകൾ, എല്ലാ കുന്നുകളും മലകളും, ഞാനെന്ന ഭാവം ഇതെല്ലാം താണു വരണം. എന്തിനാ? രാജാവിന് എഴുന്നള്ളാൻ ഒരു വീഥി ഒരുക്കുകയാണ്. ഈ മഹാരാജാവിന് എഴുന്നള്ളാൻ ഒരു രഥം എഴുന്നള്ളാൻ നമ്മളൊരു വീഥി ഒരുക്കുകയാണ്. സ്വത്രം. അപ്പൊ ഉയർന്ന് താഴണം. സ്വത്രം. പിന്നെ വളഞ്ഞത് ചൊവ്വായി, ദുർഘടങ്ങൾ സമമായി തീരണം. വളഞ്ഞത് ചൊവ്വാണ്. സകല വളപ്പും മാറണം. സ്വത്രം. അല്ലാതെ രാജാവ് എഴുന്നള്ളത്തില്ല. യഹോവയായ ദൈവം എഴുന്നള്ളാൻ വളഞ്ഞത് വളവുള്ള റോഡിൽ കൂടെ പോകുന്ന രഥമല്ലിത്. എവിടെങ്കിലും വളവുണ്ടെങ്കിൽ നമ്മൾ കണ്ടു ചില ഹൈവേ ഒക്കെ സ്വന്തം. ഞാൻ ആ സ്ഥലത്തൊക്കെ ഉണ്ട്. വലിയ മലകളൊക്കെ വെട്ടിക്കീറി സ്വത്രം പാറകളായിരിക്കും, പക്ഷെങ്കിൽ പൊട്ടിച്ച് റോഡ് നേരെയാക്കും. വളഞ്ഞത് ചൊവ്വാകണം. സ്വത്രം. വളവ് അനുവദിക്കത്തില്ല ഈ ഹൈവേയില്. ഈ ഹൈവേയിലെല്ലാം സ്ട്രെയിറ്റ് ആയിരിക്കണം, നേരെ ആയിരിക്കണം. കാരണം സ്വത്രം ഒരു സാധാരണ മനുഷ്യന് പോകാനുള്ള വഴിയല്ലേ വെട്ടുന്നത്. യഹോവയായ ദൈവത്തിന്, രാജാവിന് സഞ്ചരിക്കുവാൻ, ദൈവത്തിന്റെ രഥം കടന്നു വരുവാൻ ഒരു ഹൈവേ പണിയുക. വളഞ്ഞത് ചൊവ്വായി. സ്വത്രം. ദുർഘടങ്ങൾ സമമായി തീരണം. ഒരു സ്വത്രമല്ല, ഒരു നിരപ്പ്, അറ്റുപോയ ബന്ധം. അതാണ് നിരപ്പ് എന്ന് പറയുന്നത്. വീണ്ടും പുനഃസ്ഥാപിക്കുക. രാജാവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക. അവൻ എഴുന്നള്ളി വരികയാണ് നമ്മുടെ ജീവിതത്തിലേക്ക്. തടസ്സങ്ങളെ എല്ലാം മാറ്റി. പലപ്പോഴും പറയണ്ട, അബ്രഹാം ഒത്തിരി കാര്യം ചെയ്തവനാണ്. വിളിച്ചപ്പോ ഇറങ്ങിത്തിരിച്ചവനാണ്. വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിച്ചവനാണ്. അപ്പനെ അമ്മയും വീട്ടുകാരെ നാട്ടുകാരെ സ്ഥലത്തിന് ഉപേക്ഷിച്ചവനാണ്. വലിയ ധൈര്യശാലിയാണ്. വിശ്വാസ വീരൻ, അല്ലെങ്കിൽ വിശ്വാസ പിതാവാണ്. പക്ഷെ ദൈവം അവനോട് പറഞ്ഞു, എനിക്ക് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, നിന്നോട് ഞാൻ 25 വർഷം മുമ്പേ പറഞ്ഞ ഒരു വാക്യത്വമുണ്ട്, അത് നിവർത്തിക്കണമെങ്കിൽ നിന്റെ യാഗപീഠമൊന്നും എനിക്ക് വിഷയമല്ല. നീ നിന്റെ അപ്പനെയും അമ്മയും കുടുംബക്കാരെയും നാട്ടുകാരെയും ഒക്കെ വിട്ട് ഇറങ്ങിത്തിരിച്ച് എനിക്കൊന്നും വിഷയമല്ല. എനിക്ക് നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ നീ എന്റെ മുമ്പിൽ നടന്ന നിഷ്കളങ്കനായിരിക്കും. കൂടുതലൊന്നും പറഞ്ഞിട്ട് ദൈവം ഒരു 10 ആടുകളെ കൂടെ കൂടുതൽ യാഗം അർപ്പിക്കുക. ഇതൊന്നും ദൈവത്തിനൊന്നും അല്ല പറഞ്ഞു.
നിന്നോട് പറഞ്ഞ വാക്യത്വം നിന്നിൽ നിവർത്തിക്കണമെങ്കിൽ 100-ൽ 99 നീ ചെയ്യുന്നത് ശരിയാണ്. പക്ഷെങ്കിൽ ഒരു കാര്യത്തിൽ നിന്റെ വഴി വളഞ്ഞതാ. ദുർഘട വഴിയാ. അത് നേരെയാക്കണം. ഈ ഹൈവേ നീ ഒന്ന് നേരെയാക്കണം. വളഞ്ഞിരിക്കുക. അവിടെ ചെല്ലുമ്പോൾ ഭാര്യ പെങ്ങളാന്ന് പറയുക, ഇവിടെ വരുമ്പോൾ കള്ളം പറയുക. സ്വത്രം. ഒരു പ്രശ്നം വരുമ്പോൾ മിശ്രമിലേക്ക് ഇറങ്ങിപ്പോവുക. ഈ പരിപാടിയൊക്കെ നിർത്തണം. നീ എനിക്ക് നിന്നെ അനുഗ്രഹിക്കണം. എല്ലാം നീ ചെയ്യുന്നത് ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ വാക്തത്വം നിവർത്തിക്കണമെങ്കിൽ നീ എന്നോട് നടന്ന് നിഷ്കളങ്കരായിരിക്കുക. ഇതാണ് നിരപ്പ് എന്ന് പറയുന്നത്. നിരപ്പ്. അവിടാണ് സ്തോത്രം വലിയ രാജാവ് എഴുന്നള്ളത്. അവിടെയാണ് ഈ ഭാഗത്ത് കൃഷി ചെയ്യുന്നത്. നിരപ്പാക്കുക. സ്തോത്രം. ദൈവം ചിലത് സ്വത്രം ചിലത് പ്രവർത്തിക്കാൻ ആരംഭിക്കുക, ചില കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. കൃഷിയെ കുറിച്ച് വേദം ഒത്തിരി കാര്യം പറയുന്നുണ്ട്. സ്തോത്രമല്ല, കൃഷി സ്വത്രം വിതയ്ക്കുക മാത്രമല്ല, ഫലമെടുക്കാനും ഈ കൃഷിക്കാരൻ അറിയാം. സ്തോത്രം. കൃഷി ചെയ്യണം. ഏതും തോട്ടം മുതൽ ഈ കൃഷിയെ കുറിച്ച് പറയുന്നത് അവരെ ആക്കി തന്നെ തോട്ടത്തിൽ വേല ചെയ്യാനാ. സ്തോത്രം. നിന്റെ കൃഷിഫലം അനുഗ്രഹിക്കപ്പെടുന്ന ആവർത്തന പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട്. സ്തോത്രം. ആദാമിനെ ഹവ്വായി പുറത്താക്കിനെ കൃഷി ചെയ്യാൻ വേണ്ടിയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ കൃഷിക്കാരൻ അറിയാം എങ്ങനെ ഫലമെടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ ഉഴുതുമറിച്ച കട്ട ഉടച്ച് നിരപ്പാക്കി കൃഷി ചെയ്ത പല അനുഭവങ്ങളുണ്ട്. സ്തോത്രം. അതോ ദൈവമേ ഇപ്പോഴും വരൾച്ച നിറഞ്ഞ് ഒരു ഫലമെടുക്കാൻ കഴിയാത്ത നിലയിൽ എന്റെ ജീവിതമായിരിക്കുന്നുവോ? നിരാശപ്പെടേണ്ട. സങ്കീർത്തനം 65:10 പറയുന്നു, നീ അതിന്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ട ഉടച്ച് നിരത്തുന്നു, മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിന് മുളയെ നീ അനുഗ്രഹിക്കുന്നു. സ്തോത്രം. ഉഴവുചാലുകൾ എന്തിനാ? ഉഴവുചാലുകൾ എന്തിനാ കട്ട ഉടച്ചു നിരത്തുന്നത്? ഗോതമ്പും യവവും ജീരകവും വിതയ്ക്കാൻ. സ്തോത്രം. നിന്റെ സംവത്സരം നന്മ കൊണ്ട് അലങ്കരിപ്പാൻ, നിന്റെ പാത പുഷ്ടി പൊഴിക്കാൻ ആ ഭാഗത്തുണ്ട്. കുന്നുകൾ ഉല്ലാസം ധരിക്കുവാൻ ഇപ്പോൾ നിന്നെ ഉഴവുചാല് പോലെ കീറുന്നു. രാത്രി ഏതെങ്കിലും വിഷയത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന, ഏതെങ്കിലും വിഷയം ഭാരപ്പെടുന്ന ദൈവമക്കൾ ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ, സ്വത്രം, ദൈവത്തിന് എന്തൊക്കെയോ വലിയൊരു പദ്ധതിയുണ്ട്. നിന്നിൽ നിന്ന് ഫലപുഷ്ടമായ ചില അനുഭവങ്ങൾ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. വിലയുള്ള ധാന്യം രുചി വരുത്തുന്നത് ഒക്കെ കൃഷിക്കാരനറിയാം. ഫലമെടുക്കുന്ന എങ്ങനെയാണ്. ഇവിടെ ഏറ്റവും ചെറിയതും ബലഹീനവും ഉണ്ടോ ആയ ജീരകം അതിനോട് പറയുകയാണ്, ഒരു വാക്യത്വം കൊടുക്കുകയാണ്, നിന്നെ ഞാൻ മെതിക്കത്തില്ല. വണ്ടിയുടെ ചക്രം നിന്റെ മേൽ ഞാൻ ഉരുട്ടുകയില്ല. സ്തോത്രം. കാരണം കൃഷിക്കാരനറിയാം, മെതിച്ചാൽ നീ ചതഞ്ഞു പോകും. ഉണ്ടോ? വണ്ടിയുടെ ചക്രം നിന്നെ മെതിക്കാൻ അനുവദിക്കത്തില്ല. നിന്റെ മേൽ അധിക ഭാരം തരുന്നൊരു കൃഷിക്കാരനല്ലേ കൃഷിക്കാരൻ. നിനക്ക് സഹിക്കാൻ കഴിയുന്നതിന് മീതെ നിന്നെ പരീക്ഷിക്കാതെ നീക്കുപോക്ക് തരുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്ന. സ്തോത്രം. അതാണ് വചനം പറയുന്നത്, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയില്ല, പുകയുന്ന തിരി കെടുത്തുകയുമില്ല. ഒടിച്ചു കളയത്തില്ല, കെടുത്തിക്കളയത്തില്ല. ആരെയാണ് അവൻ മെതിവണ്ടി കയറ്റുന്നത്? വേദഭാഗം സമയം പോകുന്നതിനെ വേഗം നിർത്താം. Proverbs 20:26 പറയുന്നു, ജ്ഞാനമുള്ള രാജാവും ദുഷ്ടന്മാരെ പേറ്റിക്കളയുന്നു, അവരുടെ മേൽ അവൻ മെതിവണ്ടി ഉരുട്ടുന്നു. എന്നാൽ അവൻ നിന്നെ വടി കൊണ്ട് തല്ലുന്നു. അതാണ് വ്യത്യാസം. ശിക്ഷിക്കുന്നുണ്ട്, പക്ഷെ മെതിവണ്ടി കയറ്റിയല്ല.
വണ്ടിയുടെ ചക്രമുരുട്ടിയല്ല. എബ്രായ ലേഖനത്തിൽ അതിന്റെ 12-ാം അധ്യായം 5, 6, 7 വാക്യമൊക്കെ വായിക്കുമ്പോൾ കാണാം, മകനെ, കർത്താവിന് ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത്, താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. കണ്ടോ, ദൈവസ്നേഹത്തിന്റെ പ്രൈസ് ദി ലോർഡ് പ്രത്യക്ഷമായ അടയാളമാണ് ദൈവിക ശിക്ഷ. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു, കാരണം നീ മകനാണ്, മകളാണ്. ഇതിന്റെ പേര് ബാലശിക്ഷ എന്നാണ്. സ്തോത്രം, ബാലശിക്ഷ. സ്തോത്രം. ഒരു പിതാവ് തന്റെ പൈതലിനെ ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷയുണ്ട്, പക്ഷെങ്കിൽ മെതിവണ്ടി നിന്റെ മേൽ കയറ്റുകയില്ല. പിതാവ് ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? ഏത് ശിക്ഷയും സന്തോഷകരമല്ല, ദുഃഖമത്രേ എന്ന് തോന്നും. അവസാനം നീതി എന്ന സമാധാന ഫലം കൊയ്യും. സ്തോത്രം. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ദൈവം ശിക്ഷിക്കുമ്പോൾ ഒരു പ്രത്യാശയുണ്ട്. ഇതെന്നെ കൊല്ലാനുള്ള ശിക്ഷയല്ല, തകർത്തു കളയാനുള്ള ശിക്ഷയല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രോവേഴ്സ് അതിന്റെ 19:18 ഇങ്ങനെ വായിക്കുന്നു, പ്രത്യാശ ഉള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്കാം. ഡിസിപ്ലിൻ യുവർ സൺ ഫോർ ദ ഹോപ്പ്. ഇത് ശിക്ഷയല്ല, ശിക്ഷണമാണ്. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. ശിക്ഷണം, ഡിസിപ്ലിനിലേക്ക് കൊണ്ടിരിക്കുകയാണ് നമ്മളെ. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥന കുറയുമ്പോൾ, നമ്മുടെ ആരാധന കുറയുമ്പോൾ, ദൈവത്തോടുള്ള സ്നേഹം കുറയുമ്പോൾ ശിക്ഷണത്തിൽ കൂടി നടത്തുകയാണ്, ഡിസിപ്ലിനിലേക്ക് നടത്തുകയാണ്. സ്തോത്രം. നമ്മളെ ട്രെയിൻ ചെയ്യുകയാണ്, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ, സ്തോത്രമില്ല, നമ്മുടെ സ്വഭാവത്തെ ഒരു നല്ല സ്വഭാവത്തിലേക്ക് കൊണ്ടിരുന്ന ഒരു ശിക്ഷണമാണ് ദൈവത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത്. അത് നമ്മളെ മെതിക്കുകയല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്നേഹിക്കുന്നേത് മകനെ അവൻ ശിക്ഷിക്കുന്നു. സ്തോത്രം. യോബ് പോലും ആദ്യം ചിന്തിച്ചത്, എന്റെ ജീവിതത്തിൽ ദൈവം മെതി കൊണ്ട് മെതിക്കുന്ന, വണ്ടിയുടെ ചക്രം എന്റെ മേൽ ഉഴന്നു കയറ്റുന്നൊക്കെ ചിന്തിച്ച അങ്ങനെ. പക്ഷെ യോബിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലെ കടന്നു 9-ാം വാക്യം പറയുന്നു, എന്നെ തകർക്കാൻ ദൈവം പ്രസാദിച്ചെങ്കിൽ, തൃക്കൈ നീട്ടി എന്നെ ഗണിച്ച് കണ്ടിച്ചു കളഞ്ഞെങ്കിൽ, എന്നെ വെട്ടിമാറ്റിയിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി. എന്നാൽ പിന്നീട് യോബിന് മനസ്സിലായി, മെതി വണ്ടി കൊണ്ട് എന്നെ മെതിക്കുകയല്ല. യോബ് 23-ാം അധ്യായത്തിലെ കടന്നു 10-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ആദ്യം ചിന്തിച്ചു, മെതിവണ്ടി കൊണ്ട് കയറ്റി എന്നെ മെതിക്കുകയാണെന്നല്ല. അല്ലല്ല. സ്തോത്രം. ഇത് ശോധന കഴിച്ച് പൊന്നുപോലെ പുറത്തു വരുന്നൊരു പ്രോസസ്സിൽ കൂടി നടത്തുകയാണ്. ആ 24 ക്യാരറ്റിന്റെ ശുദ്ധി ചെയ്ത അല്ലെ കീടങ്ങളൊക്കെ മാറ്റി തീക്കകത്ത് ഉരുക്കിയെടുത്ത പൊന്നുപോലെ പുറത്തു കൊണ്ടിരുന്ന ഒരു ശിക്ഷണമായിരുന്നു എന്റെ ജീവിതത്തിൽ വന്നത്. സ്തോത്രം. ഇസ്രായേലിനെ ദൈവം തല്ലുന്നുണ്ട്. സ്തോത്രം. ആരായിരുന്നു അവൻ? അവനെ കുറിച്ച് സ്തോത്രമല്ലിയ ജെറമ്യാ പുസ്തകം എടുത്തു വായിപ്പിക്കുന്ന സമയമില്ല. 3-ാം അധ്യായം അതിന് 18, 17 പോലും വായിക്കും കാണുന്നു, മരുക്കമില്ലാത്ത കാളക്കുട്ടിയെ പോലെ ആയിരുന്നു അവൻ. എന്നാൽ ഇസ്രായേലിനെ ദൈവം ശിക്ഷിച്ചു. എന്തിനാണ്? മടങ്ങി വരാൻ. നിന്നയുടെ അനുഭവത്തിന് ഞെരുക്കത്തിന് അനുഭവം കൊടുത്തു. ശിക്ഷിക്കും തോറും ദൈവത്തിന് അവനോട് സ്ഥായി തോന്നി, കരുണ തോന്നി. അവനെ ചൊല്ലി മനം ഉരുകിയെന്ന് എഴുതിയിരിക്കുന്ന. സ്തോത്രം. അവനിപ്പോൾ കാളക്കുട്ടിയല്ല, വാത്സല്യപുത്രനാണ്. ഓമനക്കുട്ടിയായിട്ടുള്ളൂ. അനുസരണമില്ലാത്ത കാളക്കുട്ടിയെ പോലുള്ള ഇസ്രായേലിനെ ദൈവം ശിക്ഷിച്ചു. ഓരോ ശിക്ഷയിലും ആ പിതാവിന്റെ ഹൃദയം ഉരുകിക്കൊണ്ടാണ് ശിക്ഷിക്കുന്നത്. പക്ഷെ അതിന്റെ ഫലം എന്തായിത്തീർന്നു? വാത്സല്യപുത്രനായിത്തീർന്നു. സ്തോത്രം. ഹോശേയ-പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എഫ്രയീം മെരുക്കമുള്ള ധാന്യമെതിപ്പാൻ ഇഷ്ടപ്പെടുന്നതുമായ പശുക്കിടാവായി മാറി. അവന്റെ മേലാണ് ദൈവം നുകം വയ്ക്കുന്നത്. അനുസരണമില്ലാത്ത കാളക്കുട്ടിയെ പോലെ അവനെ വാത്സല്യപുത്രനായി തീർന്ന് ഇഷ്ടപ്പെടുന്ന പശുക്കിടാവായി തീർന്നപ്പോൾ നുകം വെച്ചു. സ്തോത്രം. എന്റെ സ്തോത്രം നുകം മൃദുവാണ്, എന്റെ ചുമട് ലഘുവാണ്. സ്തോത്രം. ആ ശിക്ഷണത്തിൽ കൂടി കടന്നുപോയപ്പോൾ യജമാനന് പ്രയോജനകരമാകുന്ന, അനുസരിക്കുന്ന, യജമാനൻ പറയുന്ന പോലെ പോകുന്ന, യജമാന്റെ നുഖത്തിന്റെ കീഴിരിക്കുന്ന സ്വത്രം ശിക്ഷണത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നു.
അപ്പോൾ ഇസ്രായേൽ ദുശാഠ്യമുള്ള പശുക്കിടാവായിരുന്നെങ്കിൽ ഇപ്പോൾ മെരുക്കമുള്ള കുഞ്ഞാടിനെ പോലെ ആയിത്തീർന്നു. മെതിവണ്ടി കൊണ്ടല്ല, വടി കൊണ്ട് അടിച്ച് ഫലമെടുക്കുക, ശിക്ഷണത്തിൽ കൂടി ഫലമെടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതയാണ് നിർത്തട്ടെ. ചില പ്രതിസന്ധിയാണ് നമ്മളെ കൃപയിൽ നിർത്തുന്നത്. അതാണ് കർത്താവ് പറയുന്നു, മത്തായി 5 പറയുന്നത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഈ വേദനയാണ് നമ്മളെ കൃപയിൽ നിർത്തുന്നത്. ഓർത്തോണം, ഈ വേദനയിലായിരുന്നെങ്കിൽ നമ്മളെന്നെ തീർന്നു പോയമായിരുന്നു അല്ലേ. കുഷ്ഠരോഗികൾക്ക് വേദന അറിയത്തില്ല. അവിടെ കൈ തീ വെച്ചാൽ, കൈ പൊള്ളിയാൽ, കൈ കത്തിപ്പോയാൽ അറിയത്തില്ല. കാരണം ബന്ധമില്ല ശരീരവുമായിട്ട്. ഈ വേദനയാണ് നമ്മെ നിലനിർത്തുന്നത്. ജീവൻ നിലനിർത്തുന്ന വേദനയാണ്. സ്വത്രം. തീ തുള്ളുമ്പോൾ പൊട്ടി കൈ വലിക്കുകയാണ്. കരിഞ്ചീരകം മെതിവണ്ടിയോട് മെതിക്കുന്നില്ല, വണ്ടിയുടെ ചക്രം വിട്ടുന്നില്ല, വടി കൊണ്ട് തല്ലികത്രേ ചെയ്യുന്നത്. ഇനി മെതിക്കത്തില്ല കേട്ടോ. സ്വത്രം. കാരണം കാൽവരിയിൽ നമുക്ക് പകരക്കാരനായി മെതിക്കപ്പെട്ടവൻ, നമ്മുടെ പാപം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരക്കാരനായി തകർക്കപ്പെട്ടവൻ, കണ്ടാൽ ആളറിയാത്ത രൂപമായി, പുറം ഉഴുവുചാല പോലെ കീറി, മുഖത്തെ രോമം മറിക്കപ്പെട്ടവനായി, തലയിൽ മുൾക്കിരീടം അടിക്കപ്പെട്ടവനായി, മുഖത്ത് തുപ്പലേറ്റവനായി, 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ മെതിവണ്ടി കയറ്റി സ്വത്രലിയ തകർത്തതുപോലെ, സ്വത്രം വണ്ടിയുടെ ചക്രം ഉരുട്ടിയതുപോലെ, കണ്ടാൽ ആളറിയാത്ത നിലയിൽ വിരൂപനായി തീർന്ന യേശു കർത്താവ് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി, എനിക്ക് പകരക്കാരനായി, നമ്മുടെ പകരക്കാരനായി ക്രൂശിൽ തകർക്കപ്പെട്ടതുകൊണ്ട് ദൈവത്തിലെ നിന്നെ ഇനി മെതിക്കുവാൻ ദൈവം പിശാചിന് വിട്ടുകൊടുക്കയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്റെ ഉള്ള മരണവേദന പോലെ ഞാൻ നിലവിളിച്ചെന്റെ കർത്താവ്. സ്തോത്രം. ആരാണ് അവനെ തകർത്തത്? ആരാണ് മെതിവണ്ടി കയറ്റിയത്? സ്തോത്രം. യെശയ്യാ 53:10 പറയുന്നു, അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. കേട്ടോ, പിതാവ് അവനെ തകർത്തു. മെതിവണ്ടി കയറ്റി ഇറക്കുന്നത് പോലെ സകല മാനവജാതിയുടെ പാവം ചുമത്തി ഒരു പാപിക്ക് കൊടുക്കുന്ന ശിക്ഷ. ആ ഇരുളിൽ പ്രകാശം സൂര്യന് കെട്ടുപോയപ്പോൾ രാവിലെ 9 മണി നേരം മുതൽ 12 മണി നേരം വരെ സൂര്യൻ ഇരുന്നു പോയ സമയത്ത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടെന്ന് നിലവിളിക്കുമ്പോൾ ആ മെതിവണ്ടി കയറ്റി ഇറക്കുകയായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ക്രിസ്തുവേശുള്ള ഒരു ശിക്ഷാവിധിയുമില്ല. ഇനി നമുക്കുള്ള ശിക്ഷാവിധിയല്ല, ശിക്ഷണമുണ്ട്. നമ്മെ ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരുവാൻ ചില കഷ്ടതകൾ ദൈവം കൊണ്ടുവരും, കാര്യങ്ങൾ കൊണ്ടുവരും. ഇതിനകത്ത് നിരാശപ്പെട്ടു പോകരുത്. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരുവനുണ്ട്. ഇനി മെതിവണ്ടി നിന്റെ മേൽ കയറ്റുകയില്ല, നിന്നെ ചതച്ചു കളയുകയില്ല. പറ, ദൈവനെ ചതയ്ക്കുവാൻ അനുവദിക്കത്തില്ല. സ്തോത്രം. കാരണം എനിക്ക് പകരക്കാരനായി യേശു തകർക്കപ്പെട്ടു. ഞാൻ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവനാണ്. എന്നാൽ എന്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നു. ഒരു പിതാവ് സ്നേഹിക്കാത്ത മകൻ എവിടെയുള്ളൂ? അതുകൊണ്ട് അവന്റെ ഡിസിപ്ലിനിലേക്ക് വരുവാൻ, അവനുള്ള സ്നേഹബന്ധം കുറഞ്ഞു പോകാതിരിപ്പാൻ ചിലപ്പോൾ ചില സ്വത്രം വലിയ വടി കൊണ്ട് അടി കിട്ടിയെന്നിരിക്കും. മകനെ നീ മുഷിഞ്ഞു പോകരുത്, മകളെ നീ മുഷിഞ്ഞു പോകരുത്. വിശ്വാസം വെക്കുക, ദൈവസ്നേഹത്തിൽ പിന്തുടരുക. ആ കർത്താവിന്റെ സ്നേഹം ഇന്നും തീർന്നു പോയിട്ടില്ല. അവൻ നമ്മെ ആഴമായി സ്നേഹിക്കും. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിനു മുമ്പാകെ ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാം ആരും അവൻ അറിയുന്നു. വെറും ജീരകം പോലെ ബലമില്ലാത്തവരാണ്. നമുക്കൊന്ന് സഹിക്കാൻ കഴിയുന്നതിനും ഇതേ മുമ്പേ പറഞ്ഞല്ലോ, പരീക്ഷയോട് നീക്കുപോക്ക് വരും. നിനക്ക് 50 കിലോ ഭാരമേ എടുക്കാൻ കഴിവുള്ളെങ്കിൽ 51 തരുന്നവനല്ല എന്ന കർത്താവ്. 1 കിലോ പോലും കൂട്ടിത്തരത്തില്ല. ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധി നിന്നെ കൊണ്ട് കഴിയും, തരണം ചെയ്യാൻ കഴിയുമെന്ന് പിതാവിനറിയാം. ഇതിനെ ചാടിക്കടക്കാനുള്ള കൃപ നിന്റെ കാലുകൾക്ക് തന്നിട്ടുണ്ട്. അവന്റെ കാലുകളെ മാൻപേട പോലെയാക്കി. നിന്റെ ഉള്ള മതിൽ നിനക്ക് തോന്നും വലിയ മതിൽ, അതിനെ ചാടിക്കടക്കാൻ കൃപയുണ്ട്. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പറ, ഈ പ്രതിസന്ധിയെ ഞാൻ ചാടിക്കടക്കും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എന്റെ ദൈവത്താൽ പാഞ്ഞുകല്ലും. ദൈവത്തിനറിയാം, എന്റെ മകൻ പരാജയപ്പെടുത്തില്ല. ഈ പ്രതിസന്ധിയെ ചാടിക്കടക്കും. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്.
നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. സ്തോത്രം. നമ്മുടെ കാഴ്ചപ്പാട് ഒന്നുകൂടെ വർദ്ധിക്കാൻ വേണ്ടിയാണ്. ദൈവസ്നേഹം വർദ്ധിക്കാൻ വേണ്ടിയാണ്. കർത്താവിന് അധികം പ്രയോജനപ്പെടുവാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി സ്വന്തം ഹൃദയം ധൈര്യപ്പെടട്ടെ. യേശു നമ്മെ സ്നേഹിക്കുന്നു. അവൻ എത്രയും വേഗം മടങ്ങി വരും. സ്വത്രമല്ല, ഇനി ഇതിനെ ചതച്ചുകളെ നീ അനുവദിക്കത്തില്ല, മെതിക്കുവാൻ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കി അവന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകും.